പ്രതിസന്ധികൾക്കിടയിലും മലപ്പുറം കോഓപ്പറേറ്റീവ് സ്പിന്നിംഗ് മിൽ നേടിയ നേട്ടങ്ങൾ അഭിനന്ദനാർഹമാണെന്ന് വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ്. കോഓപ്പറേറ്റീവ് സ്പിന്നിംഗ് മില്ലിന്റെ നവീകരിച്ച കോൺവൈൻഡിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെയും പുതിയ സിപ്ലക്സ് മെഷീന്റെയും പ്രവർത്തനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. 10-15 കമ്പനികൾ വർക്കിംഗ് ക്യാപിറ്റൽ കൃത്യസമയത്ത് കിട്ടിയാൽ ലാഭകരമാകും. എന്നാൽ ആ ക്യാപിറ്റൽ വൈകിപ്പോയാൽ നേരെ നഷ്ടത്തിലാവും. സമയത്ത് ഡെലിവറി ഇല്ലെങ്കിൽ പെനാൽറ്റി വരും, പല പ്രശ്നങ്ങളും വരും. റോ മെറ്റീരിയലിന്റെ കാശൊക്കെ കൂടും, കോട്ട് ചെയ്തതിനനുസരിച്ച് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ റിവോൾവിംഗ് ഫണ്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു 10 കമ്പനിയാണെങ്കിൽ 10 കമ്പനികളുടെ സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂസ് ഒക്കെ ക്ലിയർ ചെയ്യുക. യന്ത്രവൽകൃത കാലഘട്ടത്തിൽ പൊതുവെ സ്പിന്നിംഗ് മില്ലുകൾ വൻ പ്രതിസന്ധിയാണ് നേരിടുന്നത്. ഇതിനിടയിലും മികച്ച വരുമാനം കണ്ടെത്താൻ മലപ്പുറം കോഓപ്പറേറ്റീവ് സ്പിന്നിംഗ് മില്ലിന് സാധിച്ചിട്ടുണ്ട്. 25 മുതൽ 100 കോടി രൂപ വിറ്റുവരവുള്ള മില്ലുകൾക്ക് വ്യവസായ വകുപ്പ് ഏർപ്പെടുത്തിയ പ്രഥമ പുരസ്കാരം നേടിയത് ഇതിന് ഉദാഹരണമാണ്. ടെക്നോളജി അനുസരിച്ചുള്ള മാറ്റങ്ങൾ കൊണ്ടുവന്നാൽ കൂടുതൽ ഉൽപ്പാദനവും അതുവഴി ലാഭവും ഉയർത്താൻ സാധിക്കും. കമ്പനി എന്നത് സർക്കാർ വകുപ്പുകളല്ല. പൊതുമേഖലാ സ്ഥാപനങ്ങൾ പ്രതിസന്ധി നേരിടുമ്പോൾ സർക്കാർ സഹായിക്കും. എന്നാൽ കമ്പനി ലാഭത്തിലാക്കി അതിൽ നിന്നും വേതനവും മറ്റും ആനുകൂല്യങ്ങളും നൽകാൻ സാധിക്കണം. അതിന് മത്സര സ്വഭാവത്തോളം തൊഴിലാളികളും പ്രവർത്തിക്കണം. സർക്കാരിന്റെ സഹായങ്ങൾക്കായി മാത്രം കാത്തുനിൽക്കരുതെന്നും ഫാഷൻ ഡിസൈനിംഗ് പോലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മലപ്പുറം സ്പിന്നിംഗ് മിൽ അങ്കണത്തിൽ സ്ഥാപിക്കാനുള്ള പദ്ധതികൾ തയ്യാറാക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ചടങ്ങിൽ മലപ്പുറം നഗരസഭ അധ്യക്ഷൻ മുജീബ് കാടേരി അധ്യക്ഷനായിരുന്നു. മാനേജിംഗ് ഡയറക്ടർ MK സലീം റിപ്പോർട്ട് അവതരിപ്പിച്ചു. BPT മെമ്പർ സെക്രട്ടറി P സതീഷ് കുമാർ, ഡയറക്ടർ K മജ്നു, ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ R ദിനേശ്, വാർഡ് കൗൺസിലർ സജീർ കളപ്പാടൻ, സ്പിന്നിംഗ് മിൽ മുൻ ചെയർമാൻ പാലോളി അബ്ദുറഹ്മാൻ, പ്രിയദർശിനി കോഓപ്പറേറ്റീവ് സ്പിന്നിംഗ് മിൽ ചെയർമാൻ TN തോമസ്, ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് BP അനിൽ, AP ഹംസ, KP സക്കീർ ഹുസൈൻ എന്നിവർ സംസാരിച്ചു. സ്പിന്നിംഗ് മിൽ ചെയർമാൻ P മുഹമ്മദ് യൂസഫ് സ്വാഗതവും ഡെപ്യൂട്ടി മാനേജർ KK രാജൻ നന്ദിയും പറഞ്ഞു. നമ്മുടെ സംതൃപ്തിയേക്കാൾ വിലപ്പെട്ടതാണ് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം. പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും. Dubai Golden Diamonds, pride of generations. India, Oman, Bahrain.